ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സനിമോളെ, നിനക്ക് നാണമില്ലേ? ഇത് രവനല്ലേടേ? അങ്ങനെ ചോദിക്കില്ല ലാലേട്ടാ, അങ്ങനെ ചോദിക്കും. ഇല്ല ലാലേട്ടാ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സനിമോളെ എന്താ കണ്ടത്? 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ഈ സൂര്യനും മിസൈലും പുതപ്പ് മൂടിയിട്ട് ചുംബിച്ചു. എന്താ ഈ കേൾക്കണം? ഞാൻ ചെയ്ത തെറ്റാണോ? ഒരു തെറ്റുമില്ല, ഫുൾ ശരി. ഒന്നും അറിയില്ല. അയ്യോ, ഇവളെന്തിന് കള്ളം പറയണം? എടി പട്ടി, എടി ഹ്യൂമാനിറ്റീസ് വേണോടി, ഹ്യൂമാനിറ്റീസ്. ഓ, നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. സനിമോളെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ കള്ളം പറയാറില്ല. എന്റെ മുടിപ്പൊരു അമ്മച്ചിയാണ് സത്യം. അവിടെ സത്യം പറച്ചിൽ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് ചോളം വിറ്റതെന്ന് ഇസ്കിയ കാശ്, ഇത് കരിമ്പ് വിറ്റതെന്ന് ഇസ്കിയ കാശ്. ഇവിടത്തെ 800ഓളം ക്യാമറകൾ ഞങ്ങൾ പരിശോധിച്ചു. സനിമോൾ കണ്ട കാഴ്ച അതിലൊന്നുമില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. US നിന്ന് ഞാനും നോക്കി, ഞാനും കണ്ടില്ല. തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ കണ്ണുകൾ കള്ളം പറയില്ല. മോളെ, നിന്റെ കണ്ണ് കള്ളം പറയില്ല, പക്ഷെ നിന്റെ നാവ് നന്നായി കള്ളം പറയുന്നുണ്ട്. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. മിസൈല് നമ്മളെ വിജയം. കുണ്ടശകി. മിസൈല് ഉണ്ടശക്കി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ? അല്ല, വലിയ ചിരിയും കളിയൊന്നും വേണ്ട, അവരുടെ പിന്നാലെ നിങ്ങളും പോരും. മിസൈലിന് എന്താ പറയാനുള്ളേ? ഞാനും സൂര്യനും വായിട്ടു. വായ്മച്ച് മിണ്ടായിരിക്കോ, ഒരു ചുമ്മന കേസ് അങ്ങനെ ഇങ്ങനെ പോയി. എലിമീശ വണ്ണത്തിലാ എന്റെ മരണം മിസ്സായത്. മോൾ ഇത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഐ മീൻ ഈവനിങ് ടൈം. അതാണോ ഉദ്ദേശിച്ചത്? മോളെ, 3 തലമുറ കാണുന്ന പരിപാടിയാണിത്. മലയാളം പറയുമ്പോ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ടോ? സനിമോക്കിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് ലാലേട്ടാ. അവര് പുതപ്പ് മൂടിയപ്പോഴേ അതിൽ ഉറുമ്പ് കടിച്ച ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അതുവഴിയാ ഞാൻ കണ്ടത് ഇവര് ചുംബിച്ചത്. മോനെ അപ്പാവി, മോൻ എന്താ പറയാനുള്ളേ? നീയൊക്കെ ഹോൾസെയിലും ചെയ്യൂല, റീറ്റെയിലും ചെയ്യൂല. മോൻ പുറത്ത് പോയി ഹോൾസെയിലോ റീറ്റെയിലോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. യു ആർ എവിക്റ്റഡ്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. സനിമോളാണ് എല്ലാത്തിനും കാരണം. എല്ലാത്തിനും കാരണം സനിമോളാണ്. ഇനി ഇതെല്ലാം കൂടി എന്റെ തലയെ കൊണ്ടിട്ട് കുടുംബ പ്രഷർ ഇത് കാണുന്നുണ്ട്. അവർക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. മനീഷ, മോൻ എന്താ ഇരിക്കാത്തെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇരിക്കേ? ഞാറ്റത്തേ ഇരിക്കൂ, ഞാറ്റത്തേ ഇരിക്കൂ, ഞാറ്റത്തേ ഇരിക്കൂ. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.